കർണാടകയിലെ കർഷകരും കർഷക തൊഴിലാളികളും കുറച്ചു നാളുകളായി അതിശക്തമായ ഒരു സമരത്തിലാണ്. കർണാടകയിലെ ദേവനഹള്ളി താലൂക്കിലുള്ള 13 ഗ്രാമങ്ങളിലെ ജനങ്ങളാണ് തങ്ങളുടെ ഭൂമിയും ഉപജീവന മാർഗവും സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിനോടും കോർപ്പറേറ്റുകളോടും സമരം ചെയ്യുന്നത്. ബംഗളൂരുവിൽ നിന്നും 45 കിലോമീറ്റർ അകലെയുള്ള ദേവനഹള്ളി ഗ്രാമത്തിലെ 1777 ഏക്കർ കൃഷിഭൂമി എയ്റോസ്പേസ് പാർക്കിനായി ഏറ്റെടുക്കാനുള്ള കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ തീരുമാനത്തിനെതിരെയാണ് കർഷകരുടെ പ്രതിഷേധം. സമരത്തിന്റെ 1178 ദിനമായ ജൂൺ 25-ന് ദേവനഹള്ളി ചലോ എന്ന പേരിൽ വൻ പ്രതിഷേധ റാലി കർഷകർ സംഘടിപ്പിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് അവർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ദേവനഹള്ളി ചലോ സമരത്തിനിടെയുണ്ടായ പോലീസ് നടപടിക്കെതിരെ ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒന്നുകിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ കുടുംബത്തോടെ ജയിലിലടയ്ക്കുക. കമ്പനികളാണ് മനുഷ്യജീവനേക്കാൾ വലുത് എന്ന് സർക്കാർ പ്രഖ്യാപിക്കുക. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഗ്രാമീണർ അവസാനം അയച്ച കത്തിലെ ഈ വാചകങ്ങളിൽ കർഷകരോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നേക്ക് 1181 ദിവസം പിന്നിട്ടിട്ടും സമരത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ സന്നദ്ധമായിട്ടില്ല. ഒരു വ്യവസായ പദ്ധതി ആരംഭിക്കുന്നതിനായി 2022 ജനുവരിയിൽ ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള മുൻ BJP സർക്കാരാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നത് എന്തിനാണെന്ന് കൃത്യമായി അറിയിക്കുകയോ നഷ്ടപരിഹാരത്തെക്കുറിച്ച് ഔദ്യോഗികമായി ജനങ്ങളെ ബോധിപ്പിക്കുകയോ ചെയ്യാതെയാണ് അന്ന് നടപടികൾ ആരംഭിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച കർഷക പ്രക്ഷോഭമാണ് ഇപ്പോൾ 3.5 വർഷം പിന്നിട്ടിരിക്കുന്നത്. ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള വിശാലമായ ഭൂമിയാണ് റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ലക്ഷ്യമെന്നാരോപിച്ച് കർണാടകയിലെ വിവിധ കർഷക പ്രസ്ഥാനങ്ങളും സമരത്തിന് പിന്തുണയുമായി രംഗത്തു വന്നിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ നടപടി ബാധിക്കുന്നത് ദേവനഹള്ളിയിലെ 13 ഗ്രാമങ്ങളിലെ ഏകദേശം 700ഓളം കർഷക കുടുംബങ്ങളെയാണ്. എല്ലാവരുടെയും ഉപജീവന മാർഗം കൃഷി തന്നെ. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പൂകൃഷി, പട്ടുനൂൽ കൃഷി, കന്നുകാലികളെ വളർത്തൽ എന്നിവയിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നവരാണ് മിക്കവരും. ബംഗളൂരു നഗരത്തിലേക്ക് വലിയ അളവിൽ പച്ചക്കറികളും പഴങ്ങളും എത്തിക്കുന്നതും ഈ കർഷകരാണ്. ബംഗളൂരുവിന്റെ ആവശ്യങ്ങളുടെ 30% ദേവനഹള്ളി നിറവേറ്റുന്നുണ്ടെന്നാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയും കർഷക അവകാശ പ്രവർത്തകയുമായ ചുക്കി നഞ്ചുണ്ടസ്വാമി പറഞ്ഞത്. പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത നടൻ പ്രകാശ് രാജ് ഏറ്റെടുക്കലിനായി നീക്കിവച്ചിരിക്കുന്ന ഭൂമി ഡീനോട്ടിഫൈ ചെയ്യുമെന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തെക്കുറിച്ച് സിദ്ധരാമയ്യയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സമരം ശക്തമായതോടെ കർഷകർക്കൊപ്പം കർണാടക രാജ്യ റൈത സംഘ, ഹസിരു സേന, എദ്ദളു കർണാടക, സംയുക്ത ഹൊറാട്ട കർണാടക തുടങ്ങിയ പുരോഗമന സംഘടനകളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പങ്കുചേർന്നു. ദേവനഹള്ളി എയ്റോസ്പേസ് പാർക്കിന്റെ ആദ്യഘട്ട പദ്ധതി 1282 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 2 കമ്പനികൾ ഇതിനോടകം ഉൽപാദന യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുമുണ്ട്. പാർക്കിന്റെ 2ാം ഘട്ട വികസനത്തിന്റെ ഭാഗമായാണ് 1777 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുക്കാൻ സർക്കാർ പദ്ധതിയിടുന്നത്. കർഷകർ ഇക്കാര്യം വൈകിയാണ് അറിയുന്നത്. 2018-19 കാലയളവിലാണ് ആദ്യഘട്ട ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നതും. അന്ന് ഏക്കറിന് 1.1 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ 50%-ലധികം പേർക്കും ഇപ്പോഴും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവള വികസനത്തിനായി ഏറ്റെടുത്ത ഭൂമിക്ക് പുറമെ 2013-ൽ സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ വികസനത്തിനായി ഏറ്റെടുത്ത 900 ഏക്കറിലധികം ഭൂമിയും ഉൾപ്പെടെ 5000 ഏക്കറിലധികം ഭൂമിയാണ് ഈ പ്രദേശത്ത് കർഷകർക്ക് നഷ്ടമായിട്ടുള്ളത്. കർഷകരുടെ ഭൂമി അവർക്ക് തന്നെ തിരികെ നൽകണമെന്നായിരുന്നു 2022 സെപ്റ്റംബറിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കർണാടക നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ 2023-ലെ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിലേറിയിട്ടും അക്കാര്യത്തിൽ തീരുമാനമായില്ല. കർഷകരുടെ പിന്തുണയാണ് കർണാടകയിൽ കോൺഗ്രസിന്റെ മടങ്ങിവരവിന് അടിത്തറയായത് എന്ന കാര്യം അവർ അതിവേഗം മറന്നുപോവുകയായിരുന്നു. 80% കർഷകർക്കും തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലെന്നാണ് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഡെവലപ്മെന്റ് ബോർഡ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. കർഷകരുടെ നിരന്തരമായ എതിർപ്പിനെ തുടർന്ന് ചന്നരായ പട്ടണ ഹോബ്ലിയിലെ മട്ടബരലു, ചന്നരായ പട്ടണ, തെല്ലോഹള്ളി എന്നീ 3 ഗ്രാമങ്ങളിലെ 495 ഏക്കർ ഭൂമി ഒഴിവാക്കുമെന്നാണ് വ്യവസായ മന്ത്രി MB പാട്ടീൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഭാവിയിൽ ഇനി വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഹോബ്ലിയിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കില്ലെന്നും പാട്ടീൽ പറയുന്നുണ്ട്. ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമിയിൽ 475 ഏക്കർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കർഷകരുടെ ഉടമസ്ഥതയിലാണുള്ളത്. ഇത് 1978-ലെ കർണാടക ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് പ്രൊഹിബിഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് സെർട്ടൻ ലാൻഡ്സ് ആക്ടിന്റെ ലംഘനമാണ്. ഈ വിഷയത്തിൽ ഒരു കേസ് മുന്നേ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ കുറച്ച് ഭൂമി ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് സമരത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവെച്ചില്ലെങ്കിൽ സർക്കാരിനെ താഴെ ഇറക്കുമെന്നാണ് കർഷകർ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്.
പ്രതിഷേധ സംഘടനകളുമായി ജൂലൈ 4-ന് കൂടിക്കാഴ്ച നടത്താമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പു നൽകിയിട്ടുണ്ട്. കർണാടകത്തിൽ സാമൂഹിക നീതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഹിന്ദ എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ സിദ്ധരാമയ്യയ്ക്ക് തീർച്ചയായും ഈ കർഷകരെ പരിഗണിക്കുന്നതിനുള്ള സാമൂഹിക ഉത്തരവാദിത്തമുണ്ട്.